മുംബൈ ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണയെ NIA കസ്റ്റഡിയിൽ വിട്ടതിന് തൊട്ടു പിന്നാലെ റാണയെ കൊച്ചിയിലെത്തിക്കും എന്നുള്ള ഒരു വാർത്തയും തൊട്ടു പിന്നാലെ എത്തുന്നു. കൊച്ചിയിൽ ഈ തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിന് 10 ദിവസം മുൻപ് കൊച്ചിയിലെത്തുകയും അവിടെ തങ്ങുകയും യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തതായിട്ട് ഉള്ളതിനും തെളിവുകൾ ഉണ്ട് എന്ന് അന്നത്തെ NIA ഒരു മേധാവിയായിരുന്നില്ലേ, NIA തീവ്രവാദ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കുന്ന സെല്ലിൻ്റെ തലവനായിരുന്ന ലോക്നാഥ് ബെഹ്റ മുൻ DGP ആയിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ റാണ കൊച്ചിയിൽ തങ്ങിയതിനും ഒപ്പം തന്നെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്തതിനും, അതായത് ഈ സാമ്പത്തിക ഇടപാടുകൾ നൽകിയത്, ഒപ്പം തന്നെ ഈ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടത്തിയ നീക്കങ്ങൾ, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചിത്രങ്ങളടക്കം പകർത്തി എന്നുള്ള ഒരു ചെറിയ വിവരം കൂടി ഇതിനോടൊപ്പം പുറത്തു വരുന്നു. ഏതായാലും 2008 നടന്ന ഒരു സംഭവം, ആ സംഭവം 17 വർഷത്തിന് ശേഷം വീണ്ടും സജീവമാകുമ്പോൾ അന്ന് തഹാവൂർ റാണയ്ക്ക് താവളമൊരുക്കുകയും ഇതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തവർ പലരും ആശ്വാസത്തിലായിരുന്നു നാളിതുവരെ. പക്ഷേ ആശ്വാസം ഇപ്പോൾ അപകടകരമായ രീതിയിലേക്ക് മാറുമ്പോൾ അവരെല്ലാം നെട്ടോട്ടത്തിലോടുന്ന ഒരു സാഹചര്യം. 2008 മുമ്പ് കേരളത്തിൽ വളരെ സജീവമായിരുന്ന സിമി അടക്കമുള്ള സംഘടനകൾ, അതിൻ്റെ ഇപ്പോഴത്തെ ഭാവങ്ങൾ, അന്ന് ആ സിമിയിലും മറ്റുമുണ്ടായിരുന്ന പലരും പിന്നീട് പല സംഘടനകളും ചേക്കേറുകയും പല സംഘടനകളുടെ തലപ്പത്തെത്തുകയും ചെയ്തിരുന്നു. അത്തരക്കാരുമൊക്കെ ഒരു സംശയത്തിൻ്റെ നിഴലിലായിരുന്നു അന്ന് തന്നെ നിലനിന്നിരുന്നത്. ഭീകരവാദത്തിന് 2008 മുതൽ തന്നെ ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റുകൾ നടന്നിരുന്നു. അതിന് മുൻപും നടന്നിരുന്നു, 2006 മറ്റുമൊക്കെ നടന്നിരുന്നു. ഏതായാലും ദേശീയ അന്വേഷണ ഏജൻസികളുടെ പതിവ് അവരൊരു കേസ് അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫയല് ചില പ്രതികളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ക്ലോസ് ചെയ്യാറില്ല, അത് തുടർ അന്വേഷണമായിരിക്കും. പ്രത്യേകിച്ച് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ അടക്കം ഉള്ള കേസുകൾ അത് ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമാണ്. ഏതായാലും ആ തുടർ പ്രക്രിയയിലേക്ക് തഹാവൂർ റാണ എന്ന സൂത്രധാരൻ കൂടി കടന്നു വരുമ്പോൾ ആ റാണയ്ക്ക് പറയാനുള്ളത് എന്ത് എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ആരൊക്കെ കുടുങ്ങും എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.